ബലാത്സംഗ കേസിൽ റിമാൻഡിൽ കഴിയുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ എംഎൽഎക്ക് ജാമ്യമില്ല. ഹർജി മറ്റന്നാൾ വീണ്ടും പരിഗണിക്കും. പത്തനംതിട്ട ജില്ലാ സെഷൻസ് കോടതിയാണ് ജാമ്യ ഹർജി പരിഗണിക്കുന്നത്. SIT റിപ്പോർട്ട് ലഭിച്ച ശേഷമായിരിക്കും ജാമ്യാപേക്ഷയിൽ വാദം കേൾക്കുക. ബസ്സിൽ ലൈംഗികാതിക്രമം നടത്തിയെന്ന് സമൂഹമാധ്യമങ്ങളിലൂടെ ആരോപിക്കപ്പെട്ടതിനെ തുടർന്ന് കോഴിക്കോട് ഗോവിന്ദപുരം സ്വദേശി ദീപക് ജീവനൊടുക്കിയ കേസിൽ പ്രതിയായ യുവതി ഒളിവിൽ. വടകര സ്വദേശി ഷിംജിത മുസ്തഫയാണ് പോലീസ് കേസെടുത്തതിന് പിന്നാലെ ഒളിവിൽ പോയത്. ബസ്സിലെ CCTV ദൃശ്യങ്ങൾ വിശദമായി പരിശോധിക്കാൻ ഒരുങ്ങുകയാണ് പോലീസ്. ദീപക്കും ഷിംജിതയും ബസ്സിൽ കയറിയതു മുതലുള്ള ദൃശ്യങ്ങൾ പരിശോധിക്കുന്നതിനൊപ്പം ജീവനക്കാരുടെ മൊഴിയും രേഖപ്പെടുത്തും. ഷിംജിതയെ പിടികൂടണമെന്നും എങ്കിൽ മാത്രമേ നീതി ലഭിക്കൂ എന്നും ദീപകിന്റെ കുടുംബം പ്രതികരിച്ചു. ദീപകിന്റെ മരണത്തിന് പിന്നാലെ ഷിംജിതയ്ക്കെതിരെ പരാതിയുമായി കുടുംബവും സുഹൃത്തുക്കളും രംഗത്തെത്തിയിരുന്നു. സിറ്റി പോലീസ് കമ്മീഷണർക്ക് രേഖാമൂലം കുടുംബം പരാതി നൽകുകയും ചെയ്തു. ഇതിന്റെ തൊട്ടു പിന്നാലെ മെഡിക്കൽ കോളേജ് പോലീസ് ദീപകിന്റെ വീട്ടിലെത്തി മാതാപിതാക്കളുടെ മൊഴി വിശദമായി രേഖപ്പെടുത്തുകയും ചെയ്തു. തൊട്ടു പിന്നാലെയാണ് ഷിംജിത മുസ്തഫയ്ക്കെതിരെ ആത്മഹത്യാ പ്രേരണാ കുറ്റം ചുമത്തി കേസെടുക്കുകയും ചെയ്തിരിക്കുന്നത്. ഷിംജിതയെ തെരഞ്ഞ് പോലീസ് വടകരയിലെ അവരുടെ വീട്ടിലെത്തിയെങ്കിലും കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നാണ് അറിയാൻ കഴിയുന്നത്. ബസ്സിൽ വെച്ച് ഈ ചിത്രീകരിച്ച ദൃശ്യങ്ങളിൽ നിന്നും ഒരു ഭാഗം മാത്രം എഡിറ്റ് ചെയ്ത രീതിയിലാണ് സമൂഹമാധ്യമത്തിൽ ഷിംജിത പ്രദർശിപ്പിച്ചത് അല്ലെങ്കിൽ ഷെയർ ചെയ്തത് എന്നാണ് പോലീസിന്റെ നിഗമനം. ഇതിന്റെ മറ്റു ഭാഗങ്ങൾ ലഭിച്ചാലേ എന്താണ് ബസ്സിൽ സംഭവിച്ചത് എന്ന് സംബന്ധിച്ച ഒരു കൃത്യമായ ചിത്രം ലഭിക്കൂ. ഇതിന് ഷിംജിതയുടെ ഫോൺ ആവശ്യമാണ്. ഷിംജിതയുടെ മൊഴി രേഖപ്പെടുത്തുന്നതും ഈ കേസുമായി ബന്ധപ്പെട്ട് ഏറ്റവും നിർണായകമാണ്. എന്നാൽ പോലീസ് തിരയുന്നെങ്കിലും ഷിംജിത ഒളിവിൽ ആണ് എന്ന ഒരു വിവരങ്ങളാണ് പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നത്. അവരെ അറസ്റ്റ് ചെയ്താൽ മാത്രമേ ദീപകിന് നീതി കിട്ടൂ. എത്രയും പെട്ടെന്ന് അറസ്റ്റ് ചെയ്യാനുള്ള നടപടിക്രമങ്ങൾ നീക്കണമെന്നാണ് കുടുംബം ആവശ്യപ്പെടുന്നത്. ഒരമ്മക്ക് ഇങ്ങനത്തെ യോഗം ഉണ്ടാവരുത്. ഒരമ്മക്ക് ഇങ്ങനത്തെ യോഗം ആർക്കും സഹിക്കാൻ പറ്റൂല. ഏത് മക്കൾക്കും അച്ഛനും ഇങ്ങനത്തെ ഒരു യോഗം ഉണ്ടാവരുത്. അതാർക്കും സഹിക്കാൻ പറ്റൂല. ഞാനൊരാൾ അനുഭവിച്ച് ഈ ലോകത്തിൽ ഒരാളും ഇത് അനുഭവിക്കാൻ പാടില്ല. അത് മാത്രമുള്ളൂ എനിക്ക്. കേസുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ പുരോഗമിക്കുന്നതിനിടെ ബസ്സിൽ എത്തി അല്ലെങ്കിൽ ഈ ബസ്സിൽ യാത്ര ചെയ്ത ജീവനക്കാരുടെയും ബസ്സിൽ യാത്ര ചെയ്ത ആളുകളുടെയും ജീവനക്കാരുടെയും മൊഴി രേഖപ്പെടുത്താനുള്ള നീക്കവും പോലീസ് നടത്തുന്നുണ്ട്. എന്താണ് ബസ്സിൽ സംഭവിച്ചത് എന്ന് സംബന്ധിച്ച കൃത്യമായ വിവരം ഈ സഹയാത്രികളിൽ നിന്നും അറിയാൻ കഴിയുമെന്ന ഒരു പ്രതീക്ഷയാണ് പോലീസിനുള്ളത്. കഴിഞ്ഞ വെള്ളിയാഴ്ചയായിരുന്നു സംഭവങ്ങൾക്ക് തുടക്കം. കണ്ണൂരിലേക്കുള്ള യാത്രയ്ക്കിടയിൽ പയ്യന്നൂർ ഭാഗത്ത് വെച്ചാണ് ബസ്സിൽ വെച്ച് തന്നോട് അപമര്യാദയായി ദീപക് പെരുമാറി എന്നാരോപിച്ച് വീഡിയോ ചിത്രീകരിക്കുകയും പിന്നീട് അത് സമൂഹ മാധ്യമത്തിൽ ഷെയർ ചെയ്യുകയും ചെയ്ത് ചുരുങ്ങിയ സമയത്തിനുള്ളിൽ തന്നെ 20 ലക്ഷത്തോളം ആളുകളാണ് ഈ വീഡിയോ കണ്ടത്. ഈ വീഡിയോയ്ക്ക് തൊട്ടു പിന്നാലെ ഒരു വിശദീകരണ വീഡിയോയും ഷിംജിത പുറത്തിറക്കുകയും ചെയ്തു. ഇതോടെ കടുത്ത മാനസിക സംഘർഷത്തിലായ ദീപക് പുലർച്ചയോടെ വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. നേരത്തെ ഈ സംഭവത്തിന് തൊട്ടു പിന്നാലെ വടകര പോലീസിൽ താൻ പരാതി പറഞ്ഞിരുന്നു അല്ലെങ്കിൽ പരാതി അറിയിച്ചിരുന്നുവെന്ന് ഷിംജിത അവകാശപ്പെട്ടിരുന്നു. എന്നാൽ പിന്നീട് പോലീസ് ഇക്കാര്യത്തിൽ വ്യക്തത വരുത്തിയിരിക്കുന്നു. ഒരു തരത്തിലുമുള്ള പരാതി ഇതുമായി ബന്ധപ്പെട്ട് ഷിംജിതയുടെ ഭാഗത്തുനിന്നും തങ്ങൾക്ക് ലഭിച്ചിട്ടില്ല എന്നാണ് അവർ വ്യക്തമാക്കുന്നത്. എന്തായാലും സമൂഹ മാധ്യമങ്ങളിലടക്കം വലിയ വിമർശനങ്ങളാണ് ഉയർന്നത്. നിയമപരമായ നടപടിക്രമങ്ങളുമായി മുന്നോട്ടു പോകാനാണ് ഈ യുവതിയുടെ തീരുമാനമെങ്കിൽ ആ തെളിവുകൾ പോലീസിന് കൈമാറുകയാണ് ചെയ്യേണ്ടിയിരുന്നത്. മറിച്ച് സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്തതിലൂടെ റീച്ചും പണവും മാത്രമായിരുന്നു ഷിംജിതയുടെ ലക്ഷ്യമെന്നും വിമർശനം ഉയരുന്നുണ്ട്. എന്തായാലും ഷിംജിതയെ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ ഊർജിതമാക്കി മുന്നോട്ട് കൊണ്ടുപോവുകയാണ് പോലീസ്. ദീപകിന്റെ ആത്മഹത്യയ്ക്ക് പിന്നാലെ വിവാദ പ്രസ്താവനയുമായി സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ. വീഡിയോ ചിത്രീകരിക്കുന്ന സ്ത്രീകളെ ബലാത്സംഗം ചെയ്യണമെന്നാണ് തൊടുപുഴ സ്വദേശി അജയ് ഉണ്ണിയുടെ പോസ്റ്റ്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ BJP സ്ഥാനാർത്ഥിയായിരുന്നു ഇയാൾ. പുതിയ മദ്യ ബ്രാൻഡിന് പേരും ലോഗോയും ക്ഷണിച്ച സർക്കാർ നടപടിയിൽ സർക്കാരിന് നോട്ടീസ്. സംസ്ഥാന സർക്കാരിനും ബെഫ്കോയ്ക്കുമാണ് ഹൈക്കോടതിയുടെ നോട്ടീസ്. മദ്യനിർമ്മാതാക്കളായ മലബാർ ഡിസ്റ്റിലറീസും മറുപടി നൽകണം. 3 ആഴ്ചയ്ക്കകം മറുപടി നൽകാനാണ് ഡിവിഷൻ. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.